വികർണൻ അശോക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് മാസ്ക്. കവിൻ, ആൻഡ്രിയ, റുഹാനി ശർമ്മ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സിനിമ ആർ ശ്രീറാമറാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. RD രാജശേഖറാണ് ഇതിന്റെ DOP. GV പ്രകാശാണ് ഇതിന്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആൻഡ്രിയ ഇതിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സാധാരണക്കാർ എന്നുള്ള ലേബൽ അത് കേൾക്കുമ്പോൾ ഒരു ഉൾപ്പളകം ഉണ്ടാവുന്ന, ഞാനും ഒരു സാധാരണക്കാരനായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ടേമിനോടുള്ള പ്രത്യേക സ്നേഹം കൂടുതലുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെ മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കാൻ, ഒന്ന് പുഷ്പിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ആ ക്ലൈമാക്സ് ഒരു 10-15 മിനിറ്റ് ഈ പറയുന്ന സുഖിപ്പിക്കൽ നമുക്ക് അനുഭവിക്കാനും പറ്റും. പക്ഷേ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊരു ലോജിക്കില്ലാത്ത പരിപാടിയാണോ എന്ന് ചോദിക്കാൻ തോന്നും. പിന്നെ ഈ സിനിമയിൽ അങ്ങനെ ലോജിക്ക് നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ലോജിക്ക് വേണ്ട. ആ 10-15 മിനിറ്റത്തെ സൂചിപ്പിക്കൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. പക്ഷെ ബാക്കി അങ്ങോട്ട് നോക്കാനാണെങ്കിൽ ആ സിനിമയിൽ ഉടനീളം ഒന്നുമില്ലാതെ വെറുതെ തെക്ക് വടക്ക് നടക്കുന്ന ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, ക്ലീഷേഡ് ആയിട്ടുള്ള, സ്റ്റീരിയോടിപ്പിക്കൽ കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സിനിമ. കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ കവിൻ ഇതിൻ്റെ അകത്ത് ഒരു ഡിറ്റക്റ്റീവാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കേസ് അന്വേഷിക്കാൻ കിട്ടുന്നത് മുഴുവൻ മറ്റേ അവിഹിത കഥകൾ അന്വേഷിക്കാനാണ്. അന്വേഷിച്ച് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും കമ്മീഷൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഞാനൊരു എത്തിക്കൽ ഡിറ്റക്റ്റീവാണ്. അതുപോലെ തന്നെ ഹാക്ക് ചെയ്യുന്നതിന് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നു, ഒളിഞ്ഞു നോക്കുന്നതിന് എത്തിക്കൽ ഒളിഞ്ഞു നോട്ടം എന്ന് വരെ പറയുന്ന രീതിയിൽ എല്ലാം എത്തിക്കൽ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ആൻഡ്രിയയുടെ ക്യാരക്ടർ പുറമെ അവർ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ്ങിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളാണ്. പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്ത് അവർ വലിയ ജോലിയിലേക്ക് നേടിയാലും അതേ പെൺകുട്ടികളെ തന്നെ, അതായത് അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ വലിയ ബിസിനസ്സുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ ഉപയോഗിക്കാൻ കൊടുക്കാമെന്ന് അങ്ങനെ തന്നെ പറയണം ആ ടേമിനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വില്ലത്തി ക്യാരക്ടറാണ്. പിന്നെ രാഷ്ട്രീയക്കാർ, ഇലക്ഷൻ റിലേറ്റഡ് കുറച്ച് കള്ളപ്പണം പരിപാടികളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് മണി ഹേസ്റ്റിലുള്ളത് പോലെ ഒരു ഹേസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഹേസ്റ്റിൽ പണം നഷ്ടപ്പെടുന്നത് ഭൂമി എന്ന് പറയുന്ന ഈ ക്യാരക്ടറാണ്, ആൻഡ്രിയയുടെ ക്യാരക്ടറിനാണ്. ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കവിൻ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. ഇത്രയും കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് അന്വേഷണം എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് നടക്കുന്ന സെക്കൻഡ് ഹാഫും പിന്നെ നേരത്തെ പറഞ്ഞ 10-15 മിനിറ്റിന്റെ സൂചിപ്പിക്കലും. ഇതിൻ്റെ ഇടയിൽ പ്രേക്ഷകന് കിട്ടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അവിഹിത തമാശകൾ കിട്ടും. കുറച്ച് കോണ്ടം കോമഡി കാണാൻ പറ്റും. കോണ്ടം തിയറി അല്ല, കോണ്ടം കോമഡി. പിന്നെ ക്ലീഷേഡ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും പരിപാടികളും ഒക്കെ തന്നെ തിരിച്ചു മറിച്ച് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴിൽ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ, പഴയ പാട്ടുകൾ വീണ്ടും കേൾക്കാന്നുള്ളതാണ്. ഇന്റർവെല്ലിന്റെ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തമിഴ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. തിരുവനന്തപുരത്ത് PVR ലുലുവിൽ രാത്രി 10:10 ഷോയ്ക്കാണ് കയറിയത്. ഒരുപാട് തമിഴ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കൂട്ടുകാരനോട് സംസാരിച്ച് വരികയാണ്, ഈ പഴയ പാട്ടുകളില്ലാതെ സിനിമ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയോ എന്നുള്ളത്. അത്രയും പഴയ തമിഴ് പാട്ടുകൾ ഇതിനകത്തുണ്ട്. എന്നാൽ അത് സിനിമയെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇവർക്കായിട്ടൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഇവർക്കായിട്ടൊന്നും പഞ്ചിങ് ആയിട്ടൊരു കോമഡി അവതരിപ്പിക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇവർ ഈ പറയുന്ന പാട്ടുകളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ ഇതിൻ്റെ അകത്ത് കവിൻ നടത്തുന്ന അന്വേഷണം, അതിൻ്റെ അകത്തും ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിനേക്കാളും ട്വിസ്റ്റും ടേണുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനേക്കാൾ നല്ല കോമഡികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു ആൻഡ്രിയ ഉണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ കണ്ണുരുട്ടി പിടിച്ച് ആ ഒരു സാധനം ക്യാരി ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് എവിടേക്കോ എനിക്ക് അങ്ങോട്ട് പോരട്ടെ എന്ന് പറയുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു നനഞ്ഞ പടക്കം മാത്രമായി അവസാനിക്കുകയാണ് ഇതിനകത്ത് ആൻഡ്രിയയുടെ ക്യാരക്ടർ. എന്നെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഒന്നും തോന്നാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണാൻ, എന്തോ കാണാനുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ അവസാനം വരെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീലും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ടു തീർക്കുക. ഞാൻ ഇന്നലെ രാത്രിയാണ് സിനിമ കണ്ടത്, ഇന്നിപ്പോൾ രാവിലെയാണ് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ നല്ലൊരു മൊമെൻറ്റ് പോലും ആ സിനിമയ്ക്കകത്തില്ല. ഒന്നും തന്നെ ഒരു ചിരിച്ച മൊമെൻറ്റ് പോലും ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയും ഡ്രൈ ആയിട്ടുള്ളൊരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് OTT വന്നു കഴിയുമ്പോൾ ഒരുപാട് കവിൻ ഫാൻസ് ഉണ്ട്. ഞാൻ ഈ കവിൻ്റെ സിനിമകളോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവിടെ വരുന്ന കുറേ കവിൻ ഫാൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊരു ഗംഭീര സിനിമയെ അനുഭവപ്പെട്ടേക്കാം. കാരണം കവിൻ മുൻ സിനിമകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ച് എക്സ്പ്രഷൻസും സാധനങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ കോമഡി ആണെന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് കോമഡി സീനുണ്ട്. മ്യൂസിക് ഇട്ട് ഇങ്ങനെ പെരുപ്പിച്ച് കുറേ നേരത്തേക്ക് സ്ലോ മോഷനൊക്കെ ഇട്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒന്നും തോന്നിയില്ല. അങ്ങനെയുള്ള കുറേ സീനുകളുള്ള ഒരു സിനിമ. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുക. ഓരോ സിനിമയും അങ്ങനെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.